Assalamualaikum warahmatullahi taala wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. Al-a'lamu bi jami'i ajza'ihi muhdatsun. ഈ ലോകത്തുള്ള അല്ലാഹു അല്ലാത്ത സർവ്വതും ഇല്ലായ്മയിൽ നിന്ന് പിന്നീട് ഉണ്മ പ്രാപിച്ചതാണ് എന്നുള്ള പ്രസക്തമായ ഒരു വാചകം ശറഹിൽ അഖായിദയിൽ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ഈ ലോകത്തേക്കൊന്ന് നോക്കുക, നമുക്ക് ചുറ്റും ഈ ഒരു വേദിയിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഇരിക്കുന്ന കസേരകൾ, അതിലിരിക്കുന്ന നിങ്ങൾ, ഈ പറയുന്ന ഞാൻ, നമ്മളൊക്കെയും എന്തിനൊക്കെയോ ഉള്ള തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഒട്ടകക്കാഷ്ടം അവിടെ ഒരു ഒട്ടകമുണ്ട് എന്നറിയിക്കുന്നത് പോലെ നമ്മളൊക്കെയും അള്ളാഹു ഉണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു പ്രപഞ്ചനാഥനുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ്. നിങ്ങളൊരു കാട്ടിൽ, ആരുമില്ലാത്ത ഒരു കാട് നിങ്ങൾ കാണുകയും ആ കാട്ടിൽ നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ഒരു പോത്തുകറി ഇങ്ങനെ തിളച്ചു മറിയുകയും കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ആരോ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, ആ പോത്തുകറി അങ്ങനെ ആവാൻ ഒരു കാരണക്കാരനുണ്ട് എന്നുള്ളത് നമുക്ക് സുവ്യക്തമായി മനസ്സിലാകും. അല്ലാതെ ഏതോ ഒരു സന്ദർഭത്തിൽ നിന്ന് എന്തൊക്കെയോ പൊട്ടിത്തെറിച്ചുണ്ടായിട്ടുള്ള ഒരു ബിഗ് ബാങ് തിയറിയുടെയോ മറ്റെന്തെങ്കിലും തിയറിയുടെയോ ഭാഗമായി ഉണ്ടായതല്ല എന്നുള്ളതും നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകും. ഈ ഒരു വിഷയത്തെയാണ് വളരെ കൃത്യമായി ശറഹുൽ അഖായിദിൽ ഇമാം തഫ്സാജാനി റഹിമഹുല്ലാ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനെ നമുക്കൊന്ന് ടെക്നിക്കലായി വിശദീകരിക്കുകയാണെങ്കിൽ ലോകം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിൽ ക്ലിപ്തമാണ് എന്ന് നമുക്ക് കാണാം. ഒന്ന് വസ്തുക്കളാണ്, രണ്ടാമത്തത് വസ്തുക്കളുടെ ഗുണങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങളല്ലാത്ത ഒന്നും ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. വസ്തുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തമായി അതിന് നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ്. അതിനൊരു സ്ഥലത്ത് നിലനിൽക്കണമെങ്കിൽ മറ്റൊന്നിൻ്റെ ആവശ്യം അതിനുണ്ടാവുകയില്ല. നിങ്ങൾ നോക്കുക, ഈ മൈക്ക് ഇവിടെ നിൽക്കുന്നത് അതിന് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഈ കാണുന്ന ഈ കാർപ്പറ്റിൻ്റെ ചുവന്ന നിറം അതിനവിടെ നിൽക്കണമെങ്കിൽ ആ കാർപ്പറ്റ് എന്ന് പറയുന്ന വസ്തു അവിടെ വേണം. അതായത് അതിൻ്റെ നിലനിൽപ്പിന് മറ്റൊന്നിലേക്ക് അതിന് ആവശ്യമുണ്ട് എന്ന് ചുരുക്കി പറയാം. ഈ രണ്ട് കാര്യങ്ങളാണ് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുക. ഈ വസ്തുക്കളിൽ തന്നെ രണ്ട് ഐറ്റംസ് ഉണ്ട്. വസ്തുക്കൾ ഒന്നുകിൽ അത് കണങ്ങൾ കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഈ മൈക്കുണ്ടാകാൻ അതിൻ്റെ ഒരുപാട് ആറ്റങ്ങളുണ്ട്, ഒരുപാട് തന്മാത്രകളുണ്ട്. ഇവകളൊക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒന്നാണ് ഈ ഒരു മൈക്ക് എന്ന് പറയുന്നത്. ഇതിങ്ങനെ അല്ലാത്ത ജൗഹർ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ കണിക, അതുമാത്രമായി നിൽക്കുന്ന രണ്ടാമതൊരു ഐറ്റം കൂടി നമുക്ക് അയ്യാനുകളിൽ, വസ്തുക്കളിൽ കാണാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങളും പുതുതായി ഉണ്ടായതാണ് എന്നുള്ളതാണ്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ പ്രാപിച്ചിട്ടുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ലോകം മുഴുവനും പുതുതായി ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതിൻ്റെ തെളിവ്. ഇത് പുതുതായി ഉള്ളതാണ് എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? നിങ്ങൾ നോക്കുക, ഓരോ വസ്തുവിനും രണ്ട് അവസ്ഥകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒന്നെങ്കിൽ അത് ചലിക്കുന്നതോ അല്ലെങ്കിൽ നിശ്ചലമായി നിലനിൽക്കുന്നതോ ആയിരിക്കും. ഒരു വസ്തു രണ്ട് മാത്രകളിൽ ഒരേ സ്ഥലത്ത് തന്നെയാണ് നിലനിൽക്കുന്നത് എങ്കിൽ ആ വസ്തു നിശ്ചലമായി നിൽക്കുന്നതാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ രണ്ട് മാത്രകളിൽ ഒരു വസ്തു രണ്ടിടങ്ങളിലായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ആ വസ്തു ചലിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഈ രണ്ട് അവസ്ഥകളും പുതുതായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അടയാളങ്ങളാണ് എന്ന് നമുക്ക് കാണാം. മാറ്റങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയും പുതുതായി ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് തെളിവുകളുടെ ആവശ്യമില്ലാതെ തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അയ്യാനുകൾ, തടികൾ, വസ്തുക്കൾ മുഴുവനും ഹാരിസാണ് എന്ന് നമുക്കതിലൂടെ കണ്ടറിയാൻ പറ്റും. അതുപോലെ തന്നെ വസ്തുവിശേഷണങ്ങളും ഇതേപോലെ തന്നെയാണ്. വസ്തുവിശേഷണം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. വസ്തുക്കൾക്ക് മാത്രം ഉണ്ടാകുന്നത്, വസ്തു ഉണ്ടായതിനു ശേഷം മാത്രമേ അതിൻ്റെ വിശേഷണങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ വസ്തുക്കൾ തന്നെ പുതുതായി ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ പ്രാപിച്ചതാണെങ്കിൽ തീർച്ചയായും വസ്തു ഗുണങ്ങളും അതേപോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഇനിയൊരു പക്ഷേ ഒരാൾ പറയാണ് ഈ ഒരു വസ്തു ഗുണങ്ങൾ എന്ന് പറയുന്നത് ഹാരിസായ ഈ ഒരു വസ്തു അസലിലെ ഉണ്ട്, അതിന് തുടക്കമില്ലാതെ ആദ്യമേ ഉണ്ട് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അത് തീർത്തും നിരർത്ഥകമായി പോകും. കാരണം ഹാരിസായ ഒരു കാര്യം അസലിലെ ഉണ്ട് എന്ന് പറയുന്ന വിഡ്ഢിത്തരമായിരിക്കും ആ പറയുന്നത് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്ത് മുഴുവൻ ഉണ്ടാക്കപ്പെട്ട അഴിയാനുകളും അതേപോലെ തന്നെ ആറാളുകളും ഇവ രണ്ടും പുതുതായി ഉണ്ടായതാണ് എന്നുള്ളത് തിരിച്ചറിവിലൂടെ തന്നെ ലോകം മുഴുവനും പുതുതായി ഉണ്ടായതാണ് എന്ന അൽ-ആലമു ബിജമി അജ്സാഇ മുഹദത്തുൻ എന്നത് സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. അതിലൂടെ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.